ഷാനോ സ്വിച്ച് ഇടാൻ അങ്ങോട്ട് ഇറങ്ങിക്കോ. അല്ലേ അല്ലേ ഈ കാര്യപരിപാടിയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ അഞ്ചൽ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി സനിൽകുമാർ, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ കെ വി പ്രതീഷ് കുമാർ, അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മധു കടുത്തുരുത്തി, കലണ്ടർ പ്രകാശനം ചെയ്യുന്ന കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീ ഷാനവാസ് കടക്കൽ, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM അഞ്ചൽ ഏരിയ സെക്രട്ടറി സഖാവ് ടി വിശ്വസേനൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി സഖാവ് S സന്തോഷ് കുമാർ, അതുപോലെ തന്നെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ ഷോ, BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഗിരീഷ് അമ്പാടി, കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ ട്രഷറർ ശ്രീ ബിനു ജെ, അഞ്ചൽ മേഖല പത്രപ്രവർത്തക അസോസിയേഷന്റെ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി CJ ബിനു, ജില്ലാ കമ്മിറ്റി അംഗം SP സെൽവകുമാർ, അതുപോലെ രഞ്ജു രാജ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ആദരവ് ഏറ്റുവാങ്ങുന്ന ബഹുമാനപ്പെട്ട ആശാ വർക്കർമാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, കലാ കായിക പ്രതിഭകൾ തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് പുനലൂരിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ PS സുബാൽ ആയിരുന്നു. ബഹുമാനപ്പെട്ട MLAയുടെ അഭാവത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കർത്തവ്യം എന്നെ നിക്ഷിപ്തമായി വന്നത്. വളരെ സന്തോഷത്തോടെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ ഈ ആദരവ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നമുക്കറിയാം, ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തൂണുകളിൽ ഒന്നാണ് പത്രപ്രവർത്തനം. രാജ്യത്തെമ്പാടും പത്രപ്രവർത്തന രംഗത്ത്, പത്രപ്രവർത്തന മേഖലയ്ക്ക് ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും ലോകത്ത് തന്നെ മറന്നുപോയേക്കാവുന്ന അല്ലെങ്കിൽ കുഴിച്ചു മൂടിയേക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒക്കെ തന്നെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് യുദ്ധമുഖത്താവട്ടെ, വംശീയ കലാപങ്ങൾ നടക്കുന്നിടത്താവട്ടെ, ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നതാവട്ടെ, ഏത് മേഖലയിലും സ്വയം ജീവൻ അർപ്പിച്ചുകൊണ്ട് മറഞ്ഞു പോകേക്കാവുന്ന ഒരുപാട് സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പോരാട്ടം നടത്തുന്നവരാണ് മാധ്യമ പത്രപ്രവർത്തക രംഗത്ത് ഉള്ളവർ. രണ്ടാം ലോക യുദ്ധകാലത്ത്, അതുപോലെ തന്നെ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അപ്പാടെ തന്നെ കയറി ചെന്ന് ലോകത്തെ ഞെട്ടിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഇന്നും മനുഷ്യനായിരിക്കുന്ന ഏവരെയും ചിന്തിപ്പിക്കുന്ന മാനവിക ബോധത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പത്രവാർത്തകളായാലും ഫോട്ടോകളായാലും എല്ലാം കൊണ്ടുവന്ന് നമ്മളെ ചിന്തോദ്ദീപകമാക്കി മാറ്റുന്ന ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ.
അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലേക്കും പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നതിനും യഥാർത്ഥത്തിൽ ഞാൻ പ്രാപ്തയല്ല. എങ്കിൽ കൂടി നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ പത്രപ്രവർത്തനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പത്രപ്രവർത്തന രംഗത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് പല തരത്തിലുള്ള ഇന്ത്യൻ ജനാധിപത്യ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ന് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായ മാധ്യമ പ്രവർത്തനത്തിന് അതിന്റെ ഉത്തരവാദിത്വം വളരെ വലിയ തോതിൽ ഏറ്റെടുക്കുകയും മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. ലോകമെമ്പാടും ഗാന്ധിയൻ ദർശനങ്ങളെയും ഗാന്ധിജിയെയും ഓർക്കുന്നതിനോടൊപ്പം തന്നെ ഗാന്ധിജിയെ വധിച്ച നാഥുറാം വിനായക് ഗോഡ്സെമാരെ കുറിച്ചുള്ള ചർച്ചകൾ കൂടി ഇന്ന് ലോകം എമ്പാടും നടത്തുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഗാന്ധിജിയുടെ നേർക്ക് ചൂണ്ടിപ്പിടിച്ച തോക്കുമായി നിന്ന ഗോഡ്സെമാരുടെ ആദർശം, ഗോഡ്സെ ഉയർത്തിപ്പിടിച്ച ആ ആദർശമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ആ നീട്ടിപ്പിടിച്ച തോക്കുകൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് നേരെ നിരന്തരം നിറയൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തകരുടെ കൂട്ടായ്മകൾ ഇങ്ങനെ ഒരു പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പത്രപ്രവർത്തക മാധ്യമ രംഗത്തെ പ്രവർത്തകർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട കാലഘട്ടമാണ്. പത്രപ്രവർത്തന രംഗം ചെറിയ കൂട്ടങ്ങളായി പിരിഞ്ഞ് പല കൂട്ടങ്ങളായി കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അച്ചടി രംഗം മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങൾ, ഓൺലൈൻ ചാനലുകൾ, അങ്ങനെ നിരവധിയായ മാധ്യമ പ്രവർത്തകരുടെ ഒരു മേഖല കൂടിയായി ഇന്ന് പത്രപ്രവർത്തക രംഗം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി വിമർശനങ്ങളും കൂടെ ഇന്ന് മാധ്യമരംഗം നേരിടുന്നുണ്ട്. വാർത്തകൾ എത്ര കണ്ട് സത്യസന്ധമായാണ് പുറത്തു വരുന്നത് എന്ന് നമ്മുടെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള പത്രപ്രവർത്തക രീതി ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ടോ എന്ന ഒരു സംശയം നമുക്കിടയിലെല്ലാം ഉണ്ട്. കാരണം കേൾക്കുന്ന വാർത്തകളെല്ലാം സത്യമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ട രീതിയിലേക്ക് ഇന്ന് മാധ്യമരംഗം മാറിയിട്ടുണ്ട് എന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കാതെ കഴിയില്ല. പല വാർത്തകളും പല ഭാഗത്തു നിന്നും വരുന്നത് പല രീതിയിലായിരിക്കും. അത് എത്ര കണ്ട് അതിൽ സത്യമുണ്ട്, എത്ര കണ്ട് അതിൽ ധാർമ്മികമായ മൂല്യങ്ങളുണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, മൂടിവെക്കപ്പെടുന്ന സത്യങ്ങൾ തുറന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി, സമൂഹത്തിന്റെ പിൻതലങ്ങളിൽ നടക്കുന്ന രഹസ്യ അജണ്ടകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം ഇന്ന് പത്രപ്രവർത്തക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അനുമോദന പരിപാടി ഞങ്ങൾക്കെല്ലാവർക്കും, ജനപ്രതിനിധികളും പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള വളരെ വലിയ ഉത്തരവാദിത്വമുള്ള ഞങ്ങൾക്ക്, നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് തരുമ്പോൾ തീർച്ചയായും ഈ ആദരവ് ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റും. കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിനും സത്യസന്ധമായും സമൂഹത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയുമുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഇത്തരത്തിലുള്ള ആദരവിലൂടെ ഞങ്ങളിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരോടുള്ള സന്തോഷവും നന്ദിയും പങ്കുവെച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
ഹലോ, നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എത്തിച്ചേർന്നു. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതൊരു 2-3 പഞ്ചായത്ത് പ്രതികൾക്ക് വേഗത്തിൽ വളരെ പെട്ടെന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോകണമെന്ന് അറിയിച്ചുകൊണ്ട് നമുക്കൊരു 15 മിനിറ്റിനുള്ളിൽ ഈ പരിപാടി അവസാനിപ്പിക്കാം. അവരെ ഒന്ന് വേഗത്തിൽ വിട്ടതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർ ആശംസകൾ ചുരുങ്ങിയ വാക്കുകളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിപാടി വേഗം നിർത്താം. ഞങ്ങളുടെ ഈ മഹനീയ ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി കിഴക്കൻ മലയോര മേഖലയുടെ പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളായി നിറഞ്ഞ സാന്നിധ്യമായിരുന്ന ഏറെ മുതിർന്ന ഒരു പൊതുപ്രവർത്തകയും കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി സൈനബ ബീവിയെ കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിനായി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ ഷാനവാസ് അവറുകളെ ക്ഷണിക്കുന്നു. പ്രസിഡന്റിങ് വിഷൻ അടുത്തതായി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. നമ്മുടെ മലയോര മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും സ്ഥിരസമിതി അധ്യക്ഷനായും ഒരു പൊതുപ്രവർത്തകനായും ഒക്കെ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കിഴക്കൻ മലയോര മേഖലയുടെ ഓരോ സ്പന്ദനങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ടി അജയൻ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ മലയോര മേഖലയിൽ നിന്നും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ നിന്ന് തന്നെ അറിയാം അദ്ദേഹം എത്രത്തോളം ജനകീയനാണെന്ന്. ഏറെ ആദരവോടെ സ്നേഹത്തോടെ ടി അജയനെ കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ഈ ആദരവ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജ്യോതിയെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ ഈ ഒരാൾ കൂടെ കൊണ്ടുവന്ന ശേഷം ആശംസകൾ അർപ്പിച്ചത് വേഗം ഒരു 15 മിനിറ്റുള്ളിൽ സൂചിപ്പിച്ച പോലെ നമുക്ക് 15 മിനിറ്റുള്ളിൽ പരിപാടി അവസാനിപ്പിക്കാം. ജില്ലാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് തിളക്കമാർന്ന വിജയം നേടിയ ശ്രീമതി റീന ഷാജഹാൻ കഴിഞ്ഞ 5 വർഷം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധിയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിട്ടാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയത്. കഴിഞ്ഞ 5 വർഷമായി ജനപ്രതിയായിരുന്നു. ഇപ്പോൾ വീണ്ടും ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ശ്രീമതി റീന ഷാജഹാനെ ഏറെ ആദരവോടെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഈ അവാർഡ് നൽകുന്നതിനായി നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബിജു ആലുവിളയെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ഇവർ 3 പേരും ഒരു ചുരുങ്ങിയ വാക്കിൽ ആശംസകൾ അർപ്പിക്കും. അതിനുശേഷം മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്.
ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് നമ്മുടെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി എം സൈനബ ബീബി ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ സംഘടിപ്പിച്ച കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ പ്രവർത്തകരെ, ഈ ആദരവ് ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മലയോര മേഖലയിൽ നിന്നും ഇവിടെ വന്ന് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങി എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1988 മുതൽ ഞാനൊരു ജനപ്രതിനിധിയായി പല പ്രാവശ്യം പഞ്ചായത്ത് അംഗമായും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും ഒക്കെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകാതെ എൻ്റെ സമൂഹത്തിലുള്ള ആ ഒരു പ്രതിബദ്ധത മനസ്സിലാക്കി ഞാൻ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി വരുന്ന ഒരാളാണ്. ഇവർക്കും എന്നെ അറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു പ്രായത്തിൽ എനിക്ക് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് അത്രയും വലിയൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അത് ഞാൻ അഭിമാനപൂർവ്വം ഇവിടെ പറയുകയാണ്. എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പൊ ഇവിടെ എത്തിയവരെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരുടെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. പഞ്ചായത്തുകളിലെ പരിപാടിക്കാണ് പ്രാമുഖ്യം കൊടുത്തത്. ഞാൻ യഥാർത്ഥത്തിൽ സനി എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. 10 മണിക്ക് തന്നെ കുളത്തൂപ്പുഴയിൽ ഒരു സ്കൂളിലെ വാർഷികം നടക്കുവാണ്. ഞാൻ അവിടെ സാറിനെ വിളിച്ചോളൂ, സാറേ എനിക്ക് ഇതിനകത്തൊന്ന് പങ്കെടുത്തിട്ട് ഞാൻ വരത്തോളൂ, മതി 11 മണിയാകുമ്പോൾ എത്തിയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ 11 കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഒരുപാട് അതിക്രമിച്ചു പോയതുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടി ഇത്ര നീണ്ടുപോയത്. എന്നാലും കുഴപ്പമില്ല, എനിക്കിവിടെ വന്ന് ഇതിലെല്ലാം പങ്കെടുക്കാൻ പറ്റിയെന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുന്നുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥിരസമിതി അധ്യക്ഷൻ കൂടിയായ ടി എ ജനറൽ ഈ മഹനീയമായ ചടങ്ങിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സുനിൽകുമാർ, ഉദ്ഘാടനം നിർവഹിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനീയ പ്രസിഡന്റ് ശ്രീമതി കെ ജോബി, വേദിയിലുള്ള പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട അംഗൻവാടി ടീച്ചേഴ്സ്, ഒപ്പം നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പുതിയതായി ചുമതലയേറ്റ ജനപ്രതിനിധികൾക്കടക്കം തന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ശരിയായ ദിശയിലേക്ക് അവർ നടന്നു നീങ്ങുന്നതിന് ഒരു പ്രചോദനമാകുന്നതാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ ഈ സംഘടിപ്പിക്കപ്പെട്ട ആദരവ് എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും നമ്മുടെ നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ട് യഥാർത്ഥമായ വസ്തുതകൾ ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് അഞ്ചൽ മേഖലയിലെ മാധ്യമ സുഹൃത്തുക്കൾ ഏറെ നാളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞകാല അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ എനിക്ക് കൂടുതൽ കരുത്തു പകരുന്ന നിലയിലുള്ള പിന്തുണയാണ് തീർച്ചയായും മാധ്യമ പ്രവർത്തകരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ ജനപ്രതികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ നാടിന്റെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ ജനപ്രതികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അത് പരിഹരിക്കുന്നതിന് ഒക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന നമ്മുടെ പത്രപ്രവർത്തക അസോസിയേഷൻ ഈ മേഖലയിലെ ജനപ്രതികളെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് അതിലുപരി ഹരിതകർമ്മസേന അംഗങ്ങളെ നാടിന്റെ മാലാഖമാരായി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. നമുക്കറിയാം, രോഗം വന്നാൽ നമ്മൾ കാണാൻ പോകുന്നത് ഡോക്ടർമാരെയാണ്. എന്നാൽ നമ്മളെ രോഗം വരാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മുടെ നാടിന്റെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. അതോടൊപ്പം നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മുടെ വീടിനേക്കാൾ സുരക്ഷിതമായ നിലയിൽ അവരെ കാത്തു സൂക്ഷിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്നവർ.
അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ കലാകായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച നമ്മുടെ പ്രതിഭകളെ ആദരിക്കുന്നതിൽ അടക്കം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെയും അനുമോദിക്കാൻ, ആദരിക്കാൻ ഇതിനൊരു അവസരം സംഘടിപ്പിച്ച അതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എനിക്കും അത്യാവശ്യമായി ചടയമംഗലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായി ഉള്ളതുകൊണ്ട് ഈ ചടങ്ങിൽ നിന്ന് പോകുവാനുള്ള ഒരു അനുവാദം കൂടി നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി സനിൽകുമാർ അവർ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാനിയായ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ വി പ്രതീഷ് കുമാർ അവർ, മറ്റ് പ്രിയമുള്ള വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ളവരെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജനപ്രതിനിധികൾ, അതുപോലെ ഹരിത കർമ്മസേന പ്രവർത്തകർ, അതുപോലെ അംഗൻവാടി ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ ഈ ഒരു ആദരവിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം ജനപ്രതിനിധിയായി കയറിയ ഉടനെ തന്നെ ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനൊരു ആദരവ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ള ഓർമ്മപ്പെടുത്തലും, അതുപോലെ തന്നെ ഇനിയും സമൂഹത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു അംഗീകാരവും ഒക്കെ ആയിട്ടാണ് ഇത് കാണുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ് ഈ പ്രവർത്തകർ എന്ന് പറയുന്നത്. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഒരുപാട് സമയം ഇല്ലാത്തവരാണ് അവർ. കാരണം നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്ന പരിപാടികളെല്ലാം കവർ ചെയ്യുകയും അത് സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഈ വാർത്തകളെല്ലാം എത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ മാധ്യമപ്രവർത്തകരാണ്. അവർ നമുക്ക് വേണ്ടി ഈ സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്തത് തന്നെ വലിയൊരു കാര്യമാണ്. ഒത്തിരി സന്തോഷം. ഇത് പറഞ്ഞ പോലെ തന്നെ തിരക്കുകളാണ്, എല്ലാ ജനപ്രതിനിധികൾക്കും തിരക്കുകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഞാനും ആ സ്കൂളിൽ കയറിയിട്ട് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരുമിച്ചിന് പോരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എത്രയും വേഗം അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവിധമായ ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും ഒറ്റ വാക്ക് നേർത്തുകൊണ്ട് ഇവിടെ ഈ തന്ന ആദരവിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ആദരം 2026 എന്ന ഈ പരിപാടിയുടെ ആദരണീയനായ അധ്യക്ഷൻ പി സനിൽകുമാർ, ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച കെ ബി പ്രദീപ് കുമാർ അവർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വിശിഷ്ട വ്യക്തിത്വം, വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ കലോത്സവ വേദികളിലൊക്കെ വിവിധ ഇനങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ച കലാരത്നങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഈ പൊതുപ്രവർത്തന രംഗത്തെന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവിധത്തിലുള്ള വിഷയങ്ങളെയും നാം നമ്മുടെ സ്വീകരണ മുറികളിലും നമ്മുടെ മൊബൈലുകളിലുമൊക്കെ നാം ഇങ്ങനെ റീൽസുകളായും വാർത്തകളായും കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വിഭാഗം ആളുകൾ അവരുടെ സമയം എടുത്തുകൊണ്ട് സമയബന്ധിതമായി ഓടിയെത്തിക്കൊണ്ട് ആ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായും നമുക്ക് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലായത്, ഇതിൻ്റെ സ്വാഗതം ആശംസിച്ച വ്യക്തിത്വം പറയുമ്പോൾ
കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ഈ മേഖലയിൽ വളരെ അഭിമാനപൂർവം, വളരെ ആത്മാർത്ഥമായിട്ട് അന്തസ്സോടുകൂടി ഈ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ എൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ന സംവിധാനത്തിലും എൻ്റെയും എല്ലാവിധമായ ആശംസകളും ഈ പ്രോഗ്രാം നടത്തിയ ഇവർക്ക് ആദ്യമായി നേരുന്നു. ഒപ്പം നമ്മുടെ ജനാധിപത്യ രീതിയിൽ വിജയിച്ചു വന്ന നമ്മുടെ ജനപ്രതിനിധികൾക്ക് നൽകിയ ഈ ആദരവ്, ഇവിടെ നടത്തിയ എല്ലാ പരിപാടികൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് മകൾ ആശുപത്രിയിലാണ്. അങ്ങനെ ആ ആശുപത്രിയെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നത്. ഈ ചടങ്ങിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ മത്സരിക്കുകയും വിജയിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്ത ശ്രീമതി ആതിര പ്രവീൺ തീർച്ചയായിട്ടും ഏരൂരിന്റെ വികസനത്തിനാണ് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ശ്രീമതി ആതിര പ്രവീണിനെ ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട CPM-ന്റെ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ വിശ്വസേനൻ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. എനിക്ക് വരാൻ താമസിച്ചു പോയി. കല്യാണം പറഞ്ഞ കുട്ടി ആശുപത്രിയിലാണ്. എങ്കിലും ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് കയറിയിട്ടുള്ള ആദ്യത്തെ ആദരവാണ്. അതിന് ഇവിടെ ഞങ്ങൾക്ക് ഈ ഒരു വേദി സ്ഥലത്ത് എല്ലാവരും ആത്മാർത്ഥമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ 5 വർഷക്കാലം ഇവർ എല്ലാം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. നമ്മുടെ ബാക്ക് ബോണായിട്ട് തന്നെ ഇവർ നമ്മളോട് പ്രവർത്തിച്ച് നമ്മളോട് മുന്നേറട്ടേക്ക് മാത്രം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവതരിപ്പിച്ച ഇവിടെ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട D. വിശ്വസേനൻ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ സനൽകുമാർ, അതുപോലെ സ്വാഗതം ആശംസിച്ച ശ്രീ പ്രതീഷ്, വേദിയിലുള്ള നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത KK ജ്യോതി, മാധ്യമ സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള സന്തോഷ്, ഷോമടക്കം പ്രിയപ്പെട്ടവരെ, ഈ ആദരവ് ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിച്ചേർന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ബഹുമാന്യരെ, പത്രപ്രവർത്തകർ വിളിക്കുന്ന ചടങ്ങിൽ കൃത്യമായിട്ട് എത്തുക, അടങ്ങി ഒതുങ്ങി ഇരുന്ന് കേൾക്കുക എന്നൊക്കെ ചെയ്യേണ്ടെന്ന് നമ്മുടെ ഒരു ജനാധിപത്യ ക്രമത്തിൽ അനിവാര്യമാണ്. നമ്മുടെ സമകാലിക ജീവിത വിഷയങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിന് വലിയൊരു സ്ട്രെയിനാണ് ഇവർ മാധ്യമപ്രവർത്തകർ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കൂട്ടായ്മ. ഇതര മേഖലകളിൽ ഈ രംഗം 2-3 ഗ്രൂപ്പുകളാണ്, ചേരി തിരിഞ്ഞാണ് നിൽക്കുന്നത്. ആര് എന്നുള്ള നില ഇവിടെ അതിലൊക്കെ ഒരു വ്യത്യസ്തതയായി
ഒരു ഉയർന്ന നിലവാരത്തിലാണ് നമ്മുടെ അഞ്ചലിലെ മാധ്യമ മേഖല കൈകാര്യം ചെയ്യുന്ന സനിലായാലും പ്രജീഷായാലും രഞ്ജു ആയാലും മറ്റെല്ലാവരും ഒരു ഉയർന്ന രാഷ്ട്രീയ സാംസ്കാരിക ബോധം, എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ കാണും, പക്ഷെ അവരുടെ തൊഴിലിൽ ഒരു ആത്മസമർപ്പണം നടത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രദേശങ്ങളിൽ കുടുംബശ്രീ അയൽക്കൂട്ടക്കാർ നടത്തുന്നതും ഹരിത കർമ്മസേന എടുക്കുന്ന പ്രവർത്തനവും അംഗൻവാടിയുടെ പ്രവേശനോത്സവം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ അതിൻ്റെ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിൽ സ്വഭാവ രൂപീകരണത്തിൽ വരെ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ് നമ്മുടെ അംഗൻവാടി വർക്കർമാർ. ആ നിലയ്ക്കെല്ലാം വ്യത്യസ്ത മേഖലകളിൽ തിരഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ ദേവനന്ദ അടക്കം ആ കായിക മേഖലകളിൽ നമ്മുടെ നാടിന് അഭിമാനം മാറിയവരെയെല്ലാം തെരഞ്ഞെടുത്ത് ആദരവ് നൽകണമെന്നുള്ളതും ഇപ്പോൾ നടന്ന നമ്മുടെ ഒരു വലിയ യുദ്ധമായിരുന്നല്ലോ കേരളത്തിൽ. ആ യുദ്ധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ബ്ലോക്ക് പ്രസിഡന്റ്, അതുപോലെ വിവിധ പഞ്ചായത്തുകളുടെ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെയെല്ലാം ഈ ആദരവിനെ ക്ഷണിക്കാൻ അവർക്ക് തോന്നിയത് നമ്മുടെ നാടിൻ്റെ തുടർ പ്രവർത്തനത്തിൽ ആ യുദ്ധവും ഇലക്ഷനും എല്ലാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, വിവിധ സ്ഥാനങ്ങളിൽ ആളുകളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ചുമതലകൾ നിർവഹിച്ചു പോകുമ്പോൾ നമ്മുടെ നാടിനെ കണ്ണിമ ചിമ്മാതെ കാവലാളായി നിന്ന് കാക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. ആ മാധ്യമപ്രവർത്തകരുടെ ഈ നിലയിൽ ഒരു ആദരവ് നൽകിക്കൊണ്ട് വരും വർഷങ്ങളിലും ഇപ്പോൾ അവർക്കൊരു ഓഫീസും പ്രവർത്തനമൊക്കെ 2 വർഷം മുമ്പ് തുടങ്ങി. ഇപ്പം അത് നമുക്ക് ഒരു പുതിയ ഒരു കാര്യമാണ് അവരിപ്പോൾ ഏറ്റെടുത്തത്. ഈ മേഖലയിൽ ഇങ്ങനെ ഒരു ആദരവ് കൊടുത്തുകൊണ്ട് തന്നെ അവരെ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താം. ഇപ്പം കുറച്ചാളുകൾക്കല്ലേ ഈ മാധ്യമരംഗത്തെ ആളുകൾ, ഇപ്പൊ ആതിര പ്രവീണിന് അറിയണമെന്നുണ്ടോ മാധ്യമ പ്രവർത്തകരാരാണ്? സരോജ സാഹിബിന് അറിയാം. സരോജ സാഹിബ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നതുകൊണ്ട് അറിയാം. അജയനെ എല്ലാവർക്കും അറിയാം. ഇടമുളക്കര പ്രസിഡന്റിനെ ബിജു ആലൂട അദ്ദേഹത്തെ അറിയാം. അങ്ങനെയൊക്കെ അറിയാമെന്ന് പറയുമ്പം കുറച്ചാളുകളെ അറിയുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ചടങ്ങ് നടത്തപ്പോഴാണ് മാധ്യമ പ്രവർത്തകരുടെ ഒരു പ്രാധാന്യം ഏറെ. നമ്മുടെ ഈ കുടുംബശ്രീ സംവിധാനം വന്നപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രാധാന്യം നാടിന് മനസ്സിലായിരുന്നു. അതിലൂടെ തന്നെ തെറ്റുകളിലേക്ക് ഏർപ്പെടാതിരിക്കാനെ കൊണ്ടുകൂടെ ഒരു ശ്രദ്ധ ഉണ്ടാവും. ആ തെറ്റുകളിലേക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് അത് പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് ആ തെറ്റുകളിലേക്ക് പോകാതെയും പ്രവർത്തിയെടുക്കുന്നവർക്കൊരു അംഗീകാരം കൂടിയാണ് ഇത്. ആ നിലയ്ക്കെല്ലാം നമ്മുടെ അഞ്ചലിലെ മാധ്യമ പ്രവർത്തകർ, അത് ദൃശ്യമാധ്യമമായാലും പത്രമാധ്യമമായാലും, ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന അസോസിയേഷനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതുപോലൊരു ആദരവ് ചടങ്ങ് വെച്ചുകൊണ്ട് ഇവരെയെല്ലാം ആദരിക്കാൻ എടുത്ത തീരുമാനത്തെയും വളരെ സന്തോഷത്തോടെ അംഗീകരിക്കുന്നു, അഭിമാനം തോന്നുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒട്ടേറെ ആശാലത അംഗൻവാടി വർക്കറല്ലേ ആശാലത, അങ്ങനെ ഒത്തിരി മുഖങ്ങൾ നമുക്ക് സുപരിചിതരായിട്ടുള്ളവരുണ്ട്. മുൻ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള സുധീർ ഇതിന്റെ ഒരു മാധ്യമ പ്രവർത്തക രംഗത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ ചടങ്ങിൽ CPIM-ന്റെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കഴിഞ്ഞ ദേശീയ സ്കൂൾ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി കരുവോൺ സ്വദേശിനിയായ ആദിത്യ സുരേഷ് ഹാൻഡ്ബോളിൽ പങ്കെടുത്തു. നമുക്ക് പത്രത്തിലൊക്കെ നമ്മൾ ആ വാർത്ത കണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക്, കാരണം നാളെയുടെ ഒരു കായിക വാഗ്ദാനമായി ആദിത്യ മാറട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഏറെ ആദരവോടെ ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ ആദിത്യയെ ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജ്യോതി അവர்களെയും ക്ഷണിക്കുന്നു.
ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഒരു ചെറിയ ചടങ്ങ് കൂടി ഞങ്ങളുടെ ഈ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കലണ്ടർ ഞങ്ങൾ അത് ഒരുപാട് പേർക്ക് കൊടുക്കാനല്ല ഈ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്താ സോഴ്സുകൾ ഞങ്ങളെ കണ്ടെത്തുന്നതിന് മാധ്യമപ്രവർത്തകരുടെ അവരുടെ ഫോൺ നമ്പർ അത്തരം അവർ പ്രതിദാനം ചെയ്യുന്ന സ്ഥാപനം അങ്ങനെ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയൊരു കലണ്ടർ ഞങ്ങൾ തന്നെ ചെയ്തതാണ്. ആ കലണ്ടർ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യുന്നതിനായി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട CPയുടെ മണ്ഡലം സെക്രട്ടറി ശ്രീ സന്തോഷ് അവരുടെ അതിനോട് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പി സനൽകുമാർ, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട KD പ്രതീഷ് കുമാർ, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി, കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മധു കടുത്തുരുത്തി, ജില്ലാ സെക്രട്ടറി ശ്രീ ഷാനവാസ് കടക്കൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ CJ ഷോ, പത്രപ്രവർത്തക അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഈ ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവര്, സുഹൃത്തുക്കൾ, ഇവിടെ പറഞ്ഞ സമയമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ കണക്കൊന്ന് കൂട്ടി നോക്കി. 2 മിനിറ്റും 32 സെക്കൻഡുമാണ് അനുവദിക്കപ്പെട്ട സമയം. ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ എൻ്റെ സനല് കൃത്യമായിട്ട് എത്തിച്ചേരണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. സത്യത്തിൽ ഈ ചടങ്ങ് പങ്കെടുക്കുന്ന കാര്യം ഇന്ന് ഞാൻ മറന്നുപോയി. എന്നെ EK സുധീർ കൃത്യമായി വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവിടെ എത്തണമെന്ന് നിർദ്ദേശം കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ വളരെ വേഗത്തിൽ ഇവിടെ എത്തപ്പെട്ടത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു രീതി എനിക്ക് അല്ലെങ്കിൽ അത് അനുഭവം എനിക്ക് ഉണ്ടാകുമായിരുന്നു. ഒട്ടേറെ വ്യക്തിത്വങ്ങളെ കാണുവാനും പരിചയപ്പെടുവാനും കഴിയുന്നത് ഇത്തരം വേദികളിലൂടെയാണ്. രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ, പരിചയങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീമതി KK ജ്യോതി ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും പത്രപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ലോകമൊരിക്കലും അറിയുമെന്ന് കരുതാതിരുന്ന ഒട്ടേറെ പ്രശ്നങ്ങളാണ് പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തനങ്ങൾ, ധീരമായ പ്രവർത്തനങ്ങൾ, സാഹസികമായ പ്രവർത്തനങ്ങളിലൂടെ
നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുകയും അത് ലോകത്തിന്റെ ആകമാനം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരം ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വലിയൊരു ചരിത്രമാണ് പത്രപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഇന്ത്യയിലെയും കേരളത്തെയും പത്രപ്രവർത്തന മേഖല എടുത്ത് പരിശോധിച്ചാലും സമൂഹത്തിലെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണാധികാരികളുടെ ഒക്കെ തന്നെ കടുത്ത എതിർപ്പുകളെ, ഭീഷണികളെ, മർദ്ദനങ്ങളെ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പത്രപ്രവർത്തന മേഖല ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പം പത്രപ്രവർത്തന മേഖല തീർച്ചയായിട്ടും കുറച്ചുകൂടി ആധുനികവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. കുറച്ചുകൂടി ആയാസരഹിതമാണ് ഇപ്പോഴത്തെ പത്രപ്രവർത്തന മേഖല. നമ്മുടെ സമൂഹം അതിവേഗത്തിൽ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുരോഗതിയുടെ വേഗം എന്ന് പറയുന്നത് നമ്മുടെ മെട്രോ ട്രെയിനേക്കാൾ ജെറ്റ് വേഗതയിലാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ എന്റെ തലമുറയിൽപ്പെട്ടവർ ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ, അത് നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായി എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലൊരു മൺ റോഡ് അതൊരു മെറ്റൽ റോഡായി മാറുവാനും ആ മെറ്റൽ റോഡ് ടാർട്ട റോഡായി മാറുവാനും വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഒരു റോഡ് വെട്ടിത്തീരുന്നതിന് മുമ്പേ തന്നെ അത് കോൺക്രീറ്റോ അതിനപ്പുറത്തേക്കുള്ള മെച്ചപ്പെട്ട നിലയിലേക്കോ അത് നമുക്ക് മാറ്റുവാൻ കഴിയുന്നു. ഞാൻ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പത്രപ്രവർത്തന മേഖലയിലായാലും ആ മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ എല്ലാ മേഖലകളിലും ആ മാറ്റങ്ങൾ വരികയാണ്. പത്രപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. വിവര സാങ്കേതിക വിദ്യ, ശാസ്ത്രരംഗത്ത്, ഗവേഷണ രംഗത്ത് പുരോഗതി, ഇതെല്ലാം തന്നെ പത്രപ്രവർത്തന മേഖലയെ വളരെ അപ്റ്റുഡേറ്റ് ആക്കുന്നതിനും വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിനും കഴിയുന്നു. ദൃശ്യമാധ്യമങ്ങൾ കൂടി വന്നതോടുകൂടി പത്രപ്രവർത്തന രംഗം കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് മാറി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന, എന്റെ മുന്നിലിരുന്ന് ഇത് നമ്മുടെ ഈ ചടങ്ങ് ഷൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പുറത്തോട്ട് വിടുന്ന, ലൈവായി വിടുന്നവർക്ക് കുളത്തൂപ്പുഴയോ അല്ലെങ്കിൽ അതിനപ്പുറത്തോ ഒരു വിഷയം നടന്നാൽ ഇവിടെ നിന്ന് അവർക്ക് അവിടെ പോകാതെ തന്നെ നിമിഷങ്ങൾക്കകം ആ വാർത്ത അവരുടെ കൈകളിലേക്ക് എത്തുന്ന തലത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറി പറഞ്ഞു. മുൻപങ്ങനെയല്ല. ഒരു വാർത്തയുടെ നിജസ്ഥിതി പുറം ലോകം അറിയണമെന്നുണ്ടെങ്കിൽ അവർ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളെ മാറ്റി നിർത്തി അവിടെ പോയി നേരിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി പത്രപ്രവർത്തനം നടത്തണമായിരുന്നു. അതിന്റെ ഗുണവും ദോഷവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നേരിട്ടൊരു വിഷയം അറിഞ്ഞ് അതിന്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന വാർത്തകൾ നമ്മൾ പുനഃസംപ്രേഷണം ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം ഞാനിത് സൂചിപ്പിച്ചത് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും നന്നായി ഇടപെടുക എന്നുള്ളത് നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളുടെ ഒരു കടമയാണ്. ജനപ്രതിനിധികളടക്കമുള്ളവരുടെ, പൊതുപ്രവർത്തകരുടെ കണ്ണും കാതും എത്താത്ത വിഷയങ്ങളിൽ കടന്നു ചെല്ലുവാൻ, അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പൊ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ എത്ര ജാഗ്രതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ജനകീയ പ്രശ്നങ്ങളിൽ സത്യസന്ധമായി ഇടപെടുന്നുവോ അതേപോലെ സത്യസന്ധമായി ഇടപെടുവാൻ, നിജസ്ഥിതി മറ്റ് കാര്യങ്ങൾക്കൊന്നും വശപ്പെടാതെ തന്നെ ജനങ്ങളിൽ എത്തിക്കുവാൻ തീർച്ചയായിട്ടും പത്രപ്രവർത്തന രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് കഴിയണം. നിങ്ങളുടെ ക്യാമറകൾ സമൂഹത്തിലേക്ക് സദാ ജാഗ്രതയോടുകൂടി തുറന്നു വയ്ക്കുമ്പോൾ ആ കണ്ണാടി അല്ലെങ്കിൽ ആ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് നമ്മളിലേക്ക് കൂടി ഒന്ന് തിരിച്ചു വയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. എന്ന് പറഞ്ഞ് പത്രരംഗത്ത് നിൽക്കുന്നവരെല്ലാം അങ്ങനെ മാറണമെന്നുള്ളതല്ല. നമ്മൾ സ്വയം ഫിൽട്ടർ ചെയ്യുവാൻ, വാർത്തകൾ സത്യസന്ധമായി ധീരതയോടുകൂടി കൊടുക്കുവാൻ, അതിന്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കുവാൻ, ആ കൊടുക്കുന്ന വാർത്തയിലൂടെ മനഃപൂർവ്വം ഒരാളെ ഹത്യ ചെയ്യാതിരിക്കുവാൻ, അവരെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ തരത്തിൽ ആ വാർത്തകൾ പോകാതിരിക്കുവാൻ കൂടി ജാഗ്രത തീർച്ചയായിട്ടും പെടുത്തണം. അക്കാര്യത്തിൽ ഏറ്റവും നന്നായി ഇടപെടുന്നവരാണ് അഞ്ചലത്തെ ദൃശ്യ പത്രമാധ്യമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ എന്നുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പത്രപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ദീർഘകാലത്തെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെങ്കിലും പത്രദൃശ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു അതിർവരമ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ അപൂർവം പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരുമായിട്ടാണ് ഒരു ദൈനംദിന വ്യക്തിബന്ധം സ്വാഭാവികമായിട്ടുമുള്ളത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ വാർത്തയായി കൊടുക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് അത് മനസ്സിലാക്കി വാർത്തകൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന അവർക്ക് ലഭിക്കുകയില്ല.
നമ്മൾ പൈസ കൊടുത്ത്, നമ്മൾ അങ്ങോട്ട് ദൃശ്യമെടുത്ത്, നമ്മൾ തന്നെ ചാനലുകാരെ വിളിച്ച് നമ്മൾ ഇടപെട്ടത് നമ്മൾ തന്നെ പ്രചരിപ്പിക്കുക. അതിനൊരു സുഖം സ്വാഭാവികമായിട്ട് കിട്ടില്ല. മറിച്ച് നിങ്ങൾ തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് ഓരോ വ്യക്തികളുടെയും പ്രവർത്തനങ്ങൾ, പൊതുരംഗത്ത് നിൽക്കുന്നവർ, ജനപ്രതിനിധികൾ, അവർ ചെയ്യുന്ന നന്മയാർന്ന പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് മാതൃകയാക്കുവാൻ നടത്തുന്ന ഇടപെടലുകൾ നിങ്ങൾ തന്നെ ബോധ്യപ്പെട്ട് തേടിപ്പിടിച്ച് അതൊരു വാർത്തയായി കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി മറ്റതിലൂടെ കിട്ടത്തില്ല. രണ്ടാമത്തെ ഭാഗത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് സരലിനെ നല്ല ബന്ധമാണ്, പ്രതീക്ഷമായി നല്ല ബന്ധമാണ്. സ്വാമി എന്റെ വീടിന്റെ അടുത്തുള്ള ആളായതുകൊണ്ട് ബന്ധപ്പെട്ടേ മതിയാകും. റോയിയും അതോടൊപ്പം തന്നെ സുധീറും രാജേഷും ഒക്കെ എത്രയോ കാലമായിട്ട് മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് വ്യക്തിബന്ധമുള്ളവരാണ്. പുതുതായിട്ട് ഈ രംഗത്ത് നിൽക്കുന്നവരെയും പരിചയപ്പെടുവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. തീർച്ചയായിട്ടും ബന്ധം നന്നായിട്ട് പോകുമ്പോഴാണ് പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും പത്രമാധ്യമങ്ങളും എല്ലാം അവരുടെ ബന്ധം നന്നായി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവർ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവർക്കും ഇന്ന് ആദരവ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിക്കോണം. ഈ ആദരവ് തുടക്കത്തിൽ മേടിച്ചുവെങ്കിൽ നാളെ മുതൽ ഇവരുടെ കണ്ണും കാതും ഈ ആദരവ് മേടിച്ച എല്ലാവരുടെയും പിന്നാലെ ഉണ്ട് എന്നുള്ള ഒരു ജാഗ്രതപ്പെടുത്തൽ കൂടിയാണ് ഈ അവാർഡ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പം ഈ ഒരു നല്ല വാക്കുകൾ ഈ 5 വർഷക്കാലവും ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തക്ക തരത്തിൽ കൃത്യതയോടുകൂടി സുതാര്യമായി സത്യസന്ധമായി മാതൃകയായി പ്രവർത്തിക്കുവാൻ ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞ സമയത്തിൽ കുറച്ചുകൂടി അധികരിച്ചെടുക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമുക്ക് ഈ ചടങ്ങിലേക്ക് കടക്കാം. ദയവേദ അവാർഡ് മേടിച്ചിട്ട് പെട്ടെന്ന് പോകരുത്. നിങ്ങൾ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ. നമുക്ക് വേഗം പരിപാടി അവസാനിക്കാൻ നമ്മുടെ ഈ ഔദ്യോഗികമായി അനുമോദന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഥമ പൗര ശ്രീമതി KK ജ്യോതി. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ ഈ അടുത്ത സമയത്ത് ഈ KK ജ്യോതി എന്നുള്ള പേര് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടത്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ KK ജ്യോതി സ്റ്റേറ്റ് AISFന്റെയും AIYFന്റെയും ഒക്കെ സംസ്ഥാന കമ്മിറ്റി അംഗമായി നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി തവണ പോലീസിന്റെ അടക്കം ലാത്തിച്ചാർജൊക്കെ ഏറ്റുവാങ്ങി ക്രൂരമായ മർദ്ദനത്തിനടക്കം ഇരയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. വ്യക്തിപരമായി ഏറെക്കാലം കൊണ്ടേ അറിയാം എന്നതിലപ്പുറം തീർച്ചയായിട്ടും നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിനെ നയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് സംശയമൊന്നുമില്ല. സന്തോഷം എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായും നിങ്ങൾക്ക് അനുമോദനം നൽകുന്നതിനോടൊപ്പം ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ തന്നെ കാണും. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. അപ്പം ഏറെ ആദരവോടെ സ്നേഹത്തോടെ നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് KK ജ്യോതി അവരുടെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഈ അനുമോദനം നൽകുന്നതിനായി മലയോര മേഖലയിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ നിരവധി തവണ ജനപ്രതിനിധിയായ ബഹുമാനപ്പെട്ട സരോജാദേവി അവർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, മുതിർന്ന പൊതുപ്രവർത്തകയാണ്. ഏറെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് കരവാളൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സരോജാദേവി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തനത്തിൽ സജീവമാണ്. നിരവധി തവണ ജനപ്രതിനിധിയായിട്ടുണ്ട്. സരോജാദേവി ആദരിക്കുന്നതിനായി ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഷാനവാസ് അവരുടെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു.
ഇത് ലൈവാണ്. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. കഴിഞ്ഞ നിരവധി കാലങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ സാന്നിധ്യം. ഞാൻ ഈ അഞ്ചൽ മേഖലയിൽ എത്തിയപ്പോൾ മുതൽ ഒരു പക്ഷേ ഏറെ അടുപ്പവും സ്നേഹവും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ച് അറിയിക്കുകയും ചില കാര്യങ്ങൾ സംശയങ്ങളൊക്കെ വിളിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുകയും ചെയ്ത് ഏറെ വ്യക്തിപരമായി അടുപ്പമുള്ള ഞങ്ങളുടെ സംഘടനയുമായി ഏറെ ചേർന്ന് ഇടപഴകി പോകുന്ന ശ്രീ ലിജു ആലുവയെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഏറെ ആദരവ് ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിന് ബഹുമാനപ്പെട്ട സന്തോഷമാണ് ക്ഷണിക്കുന്നു. നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഹരിതകർമ്മസേന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ല. നമ്മുടെ നാട്ടിൽ എന്ത് ഇതുമായി ബന്ധപ്പെട്ടു അതിന്റെ പണ്ട് കുടുംബശ്രീ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഹരിതകർമ്മസേനയാണ്. ഞാൻ എല്ലാവരും ചർച്ചയാണ്. നമ്മുടെ നാടിന്റെ ശുചിത്വ രംഗത്ത് ഇനി അവരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മറ്റൊരു പ്രവർത്തനം സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ക്യാപ്ഷനായി എഴുതിയിരിക്കുന്നത് കൈവിടാത്ത കരുതൽ. ഹൃദയപൂർവ്വം ഹരിതകർമ്മസേനയ്ക്കൊപ്പം തീർച്ചയായിട്ടും ഏറെ ആത്മാർത്ഥമായി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനൊരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം മികവാർന്ന മാതൃകാപരമായാണ് നിങ്ങളുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മേഖലയിലെ 5 പഞ്ചായത്തുകളിൽ നിന്നും ഇതിന്റെ കൺസോർഷ്യത്തിന്റെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഈ ആദരവ് വാങ്ങാൻ ഞങ്ങൾ ക്ഷണിച്ചത്. ഏറെ ആദരവോട് ക്ഷണിക്കുന്നു. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യത്തിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഈ ആദരവ് നൽകുന്നതിനായി നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലിജു ആലുവയെ ആദരവോടെ ക്ഷണിക്കുന്നു. അരയവൾ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി കൺസോർഷ്യത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് രണ്ടുപേരെയും ഏറെ ആഗ്രഹം ചെയ്തു. ഈ ആദരവ് നൽകുന്നതിനായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യം കോൺഗ്രസിന്റെ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നമ്മുടെ ഈ പരിപാടി പങ്കെടുത്ത് ലീവ് എടുത്ത് ഒരു ജോലിക്കാരനാണ് ലീവ് എടുത്താണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രണ്ടുപേരെ ആഗ്രഹം ചെയ്തു. ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ സെക്രട്ടറി പ്രസിഡന്റ് വരെ ക്ഷണിക്കുന്നു. ഇത് നൽകുന്നതായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം സരോജാദേവി അവരെ ക്ഷണിക്കുന്നു.
കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാനികളെ ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിനെ ഞങ്ങളെ ജില്ലാ കമ്മിറ്റി അംഗവും മേഖലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ സെൽവകുമാർ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനയുടെ കൺസോർഷ്യം സെക്രട്ടറി പ്രസിഡന്റ് ക്ഷണിക്കുന്നു. ഇത് നൽകുന്നതിനെ ഞങ്ങളുടെ അസോസിയേഷന്റെ അഞ്ചൽ മേഖലയുടെ സെക്രട്ടറി കെ വി സതീഷ് കുമാറിന്റെ ആദരവോടെ ക്ഷണിക്കുന്നു. അംഗൻവാടിയുടെ അവാർഡ് കൊടുക്കുന്ന നൽകുന്നതിനെ ഈ അത് എന്തായാലും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലാണ് വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈരൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ലീഡർ എത്തി ഈ അവാർഡ് ഏറ്റുവാങ്ങണം. ഇളമുടക്കൽ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടിക്ക് 2 ലീഡർമാരാണുള്ളത്. 2 പേരും എത്തിച്ചേർന്നിട്ടുണ്ട്. 2 പേരും വന്ന് ഒന്നായി അവാർഡ് ഏറ്റുവാങ്ങണം. നൽകുന്നതിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. അലേക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ലീഡറെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ വർക്കർക്കൊപ്പം തന്നെ ഹെൽപ്പർ ലീഡർ എത്തിച്ചേർന്നുകൊണ്ട് 2 പേരും ചേർന്ന് അനുമോദനം ഏറ്റുവാങ്ങാൻ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. അതിന്റെ സ്വന്തം നാടായ കുളത്തൂപ്പുഴയിൽ നിന്ന് ആദ്യമേ വന്നത്, അതായത് നേരിട്ടിലെ 2 പേര് വന്നതിന് ശേഷം 2 മാസത്തിന് ശേഷം വന്നത് കുളത്തൂപ്പുഴയിൽ നിന്നാണ്. അതായത് ഒരുപാട് നേരത്തെ വന്നു. 9:45 ആ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ 2 ലീഡർമാരാണ്. കുളത്തൂപ്പുഴ ഇടമുളയ്ക്കുന്ന 2 ലീഡർമാരും ഇതാണ് ഉള്ളത്. 2 പേരെയും ഏറെ ആദരവോടെ ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു.
അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ലീഡറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുമാരി ദേവനന്ദ എസ് ഇക്കഴിഞ്ഞ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ വെച്ച് നടന്ന ഇംഗ്ലീഷ് പ്രസംഗം, ഉപന്യാസം എന്നീ മത്സരങ്ങളിൽ എ ഗ്രേഡോടെ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ കുമാരി ദേവനന്ദ എസിനെ ഏറെ ആദരവോടെ അനുമോദനം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. ഈ അവാർഡ് നൽകുന്നത്, ഈ അനുമോദനം നൽകുന്നത് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് റിജു ആലുവിലെ ആദരവോടെ ക്ഷണിക്കുന്നു. ആദ്യം ഞാൻ സൂചിപ്പിച്ചു, ലയ ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ മകൾ കൂടിയാണ്. മിമിക്രിയാണ്, മിമിക്രി മേഖലയിൽ നിങ്ങൾ നിൽക്കാമെങ്കിൽ ഈ ഒരു രണ്ടുപേർ കൂടി ഉള്ളതിന് ലയെ കൊണ്ട് നമുക്ക് ചെറിയൊരു മിമിക്രി അവതരിപ്പിച്ച് നിങ്ങൾക്ക് അതോടെ കണ്ടിട്ട് പോകാം. കാരണം സംസ്ഥാന തലത്തിൽ തൃശ്ശൂർ വെച്ച് നടന്ന സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിലാണ് ബി ഗ്രേഡ് നേടി. ഒട്ടും ചെറിയ കാര്യമല്ല. അത് എ ഗ്രേഡ് ആവട്ടെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു, കാരണം അപ്പീലൊക്കെ നൽകിയിട്ടുണ്ട്. ഈ കുമാരലയെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് ക്ഷണിക്കുന്നു. ഇതിനോടൊപ്പം ലയയുടെ അച്ഛനെ കൂടെ, കാരണം മക്കളെ ഈ രംഗത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതേന്ന് പറഞ്ഞ് മക്കളുടെ പുള്ളി ഒരു വലിയ നമ്മള് ഇത്രയും കണ്ടിട്ടില്ല. ഇങ്ങനെ ആത്മാർത്ഥതയോടെ മക്കളെ ഈ മേഖലയിൽ വളരെ സജീവമായിട്ട് കൊണ്ടുപോകാൻ, ദൂരത്ത് കൊണ്ടുപോകാൻ പലരും ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ പേരിലും ഒക്കെ പിന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ എത്രത്തോളം അവരെ ഈ മേഖലയിൽ ഉയർത്താൻ കഴിയുമോ അത്രത്തോളം എത്തുന്ന പ്രിയപ്പെട്ട രാജേഷ് ഭായിയോടെ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ അവരെ രണ്ടുപേരും ക്ഷണിക്കുന്നു. ഈ അവാർഡ് നൽകുന്നതിന് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സരോജദേവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്പം താമസിച്ചെടുത്തിട്ട് നമ്മുടെ ഈ സേവന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ദീർഘകാലമായി കൊല്ലം ജില്ലയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ ഏത് വ്യാപാരികളുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും പതിറ്റാണ്ടുകളായി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ദേവരാജൻ അവർ. ഞങ്ങളുടെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങളും ഇപ്പൊ തന്നെ വളരെ കാര്യം ഞാൻ ഈ പരിപാടിയിൽ ക്ഷണിച്ചപ്പോൾ അവരുടെ ഈ സ്നേഹസ്പർശത്തിന് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് നിയോജക മണ്ഡലങ്ങളുടെ പരിഗണന ഉണ്ടായിരുന്നു. പരമാവധി എന്നപ്പോൾ കൊട്ടാരങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിന് ബഹുമാനപ്പെട്ട ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എസ് ദേവരാജൻ അവരുടെ ആദരവ് ക്ഷണിക്കുന്നു. ബിജു ആലുവിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് കലക്ടർ പ്രകാശനം നൽകുന്ന ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ആഗ്രഹിച്ചു.
വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, മാധ്യമപ്രവർത്തകർ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഈ ആദ്യ ഒരു സംഭവമായിരിക്കും. മാധ്യമപ്രവർത്തകർ എന്തിന് പൊതുപ്രവർത്തകരായ നിങ്ങൾക്ക് ഒരു ആദരം നൽകി എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒന്നായി മാറി എന്ന ചിന്ത പ്രവർത്തകരായ ഓരോരുത്തരിലും ഉണ്ടായതുകൊണ്ടാണ്. അത് ഞാൻ ഒന്ന് രണ്ട് വാക്കിൽ വിശദീകരിച്ചുകൊണ്ട് എൻ്റെ ആശംസ അവസാനിപ്പിക്കാം. മാധ്യമപ്രവർത്തകർ എന്നാൽ എന്താണ്? മാധ്യമങ്ങൾ എന്നാൽ എന്താണ്? മാധ്യമങ്ങൾ എന്നാൽ മധ്യത്തു നിൽക്കുന്നവർ എന്ന അർത്ഥത്തിൽ നിന്നാണ് മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ആരുടെ മധ്യത്ത് നിൽക്കുന്നത്? നിങ്ങളുടെയും ജനങ്ങളുടെയും മധ്യത്തു നിൽക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. നിങ്ങൾ ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങളിലെത്തിക്കുകയും ജനങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിലെത്തിക്കുകയും ചെയ്യുക എന്ന ഒരു ധർമ്മമാണ് മാധ്യമപ്രവർത്തകർ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുന്നത്. അതായത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒന്നാം തൂണായി നിൽക്കുന്ന ജനപ്രതിനിധികളാണ് നിങ്ങൾ ഓരോരുത്തരും. ജനപ്രതിനിധികളായി നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന, നിങ്ങൾ ജനപ്രതിനിധികളായി കടന്നു വരുമ്പോൾ നിങ്ങൾ സമൂഹത്തിന് നൽകിയ സേവനങ്ങൾ ഓരോരുത്തരുടെയും, ജനങ്ങളായ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള അംഗീകാരമാണ് അവർ വോട്ടുകളായി രേഖപ്പെടുത്തി നിങ്ങളെ ജനപ്രതിനിധികളായി മാറ്റിയിരിക്കുന്നത്. ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ഒന്നാം തൂണുകാരായി നിൽക്കുന്ന നിങ്ങളെ നാലാം തൂണുകാരായ മാധ്യമപ്രവർത്തകർ ഒരു ആദരം നൽകുമ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ അതിനേറെ പ്രസക്തിയുണ്ട്. മാധ്യമപ്രവർത്തകരും നിങ്ങളും ഒന്നിച്ചു നിൽക്കുന്നവരാണ്. അതായത് എങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നവരാണ്? മാധ്യമങ്ങളില്ലെങ്കിൽ, ഇന്ന് മാധ്യമങ്ങൾ അധികം കടന്നു കയറിയിട്ടുണ്ട്. അതായത് നവമാധ്യമങ്ങൾ. നമ്മൾ മൊബൈൽ സ്ക്രോൾ ചെയ്താൽ നമുക്ക് അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനായി പറ്റും. അതെങ്ങനെ അറിയാൻ കഴിയുന്നു? ടെലിവിഷനുകളിൽ, നമ്മൾ വാർത്താ ചാനലുകളിൽ ഇത് കാണുന്നു. ഇത് ശീതീകരിച്ച മുറികളിലിരുന്ന് മാധ്യമപ്രവർത്തനം നടത്തുന്നവരുടെ കഴിവ് കൊണ്ടാണോ നമ്മൾ മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെലിവിഷനിൽ നോക്കുമ്പോൾ ആ പ്രദേശത്ത് നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായി കഴിയുന്നത്? നിങ്ങൾ മനസ്സിലാക്കൂ, നമ്മുടെ ഈ പ്രദേശത്തുള്ള അഞ്ചലുള്ള മാധ്യമപ്രവർത്തകർ അഞ്ചൽ നടക്കുന്ന ഒരു സംഭവം അവർ അത് റെക്കോർഡ് ചെയ്ത് ആ ശീതീകരിച്ച മുറിയിലിരുന്ന് മാധ്യമപ്രവർത്തനം നടത്തുന്നവരുടെ കൈകളിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് അത് ദൃശ്യങ്ങളായി, വാർത്തകളായി നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ ഇതെത്തുന്നത്. എന്നാൽ അങ്ങനെ വെയിലും മഴയുമേറ്റ് ഇത്രയധികം കഷ്ടപ്പെട്ട് പ്രവർത്തനം നടത്തുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ? തുച്ഛമായ വേതനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇവർ. അങ്ങനെ തുച്ഛമായ വേതനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നു മാധ്യമ പ്രവർത്തകർ. ശീതീകരണ മുറിയിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അസോസിയേഷൻ ഉണ്ട്, അതായത് യൂണിയനുകളുണ്ട്. ആ യൂണിയനുകളിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് അംഗത്വം കൊടുക്കാതെ വന്നപ്പോൾ 2012 കേരള പത്രപ്രവർത്തക അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ഏതാണ്ട് 3000-ഓളം അംഗങ്ങൾ കേരളത്തിൽ ഉടനീളം പ്രാദേശിക മാധ്യമ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ. അഞ്ചൽ മേഖല എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ അഞ്ചൽ മേഖലയിൽ മാധ്യമ പ്രവർത്തകരായി നിൽക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ അംഗങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് കടക്കൽ മേഖല എടുത്താലും, മുല്ലൂർ എടുത്താലും, പത്തനാപുരം എടുത്താലും, അതുപോലെ തന്നെ കൊല്ലം തുടങ്ങി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം മേഖലകൾ എടുത്താലും എല്ലാ മേഖലയിലും നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ, പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ. അപ്പോൾ ആ അസോസിയേഷൻ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന്, പൊതുപ്രവർത്തകരായ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ ഒരു ആദരത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്.
തുച്ഛമായ വേതനത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും നമ്മൾ ഒന്നാം തൂണായ നിങ്ങൾ ഉൾപ്പെടുന്ന സർക്കാരിലേക്ക് നിവേദനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. നിവേദനങ്ങൾ നൽകുന്നു, പല നിവേദനങ്ങളും ഞങ്ങൾ നൽകി. പക്ഷേ ഈ നിവേദനത്തിന്റെ ആനുകൂല്യങ്ങൾ പോലും പറ്റുന്നത് കോർപ്പറേറ്റ് മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, അവർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് സർക്കാരിന്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ഗ്രാന്റുകൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് സർക്കാർ, കോർപ്പറേറ്റ് മാധ്യമ പ്രവർത്തകർക്ക് മാത്രം. പക്ഷേ പ്രാദേശിക തലത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല. ഈ ഒരു അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ് 2012 തൊട്ട് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ആരംഭിച്ച് പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പൊ നോക്കൂ, ഈ ജയിച്ചു വന്ന, അതായത് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾ അംഗീകാരം നൽകി കടന്നു വന്ന നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അംഗീകരിക്കുന്നത്? ആ അംഗീകാരമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ അംഗീകാരമായി നൽകിയത്. അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകരായ അഞ്ചൽ മേഖലാ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. കാരണം നമ്മുടെ സഹോദരിമാരായ ഹരിതകർമ്മ സേനയിൽ പ്രവർത്തിക്കുന്നവർ, അതായത് ആശാ വർക്കർമാർ, തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി, അതായത് ഒന്നാം തൂണുകാരായ പൊതുപ്രവർത്തകരോടൊപ്പം, അതായത് ജനപ്രതിനിധികളോടൊപ്പം ചേർത്ത് നിർത്തി അവരെയും അംഗീകരിച്ചതിൽ ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അസോസിയേഷന്റെ മേഖലാ കമ്മിറ്റിക്ക് നന്ദി അറിയിക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുകുട്ടികൾ നാളത്തെ സമൂഹത്തിന്റെ ഭാഗം, അതായത് നാളത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ടവരായി വളർന്നു വരേണ്ട നമ്മുടെ കൊച്ചുകുട്ടികൾ പല മേഖലകളിലും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അവരെയും ഇതുപോലെ ആദരിക്കുവാനായി മേഖലാ കമ്മിറ്റി എടുത്ത ആ ഒരു തീരുമാനത്തെയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ഈ ഒരു ചെറിയ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബ്ലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധനായ അധ്യക്ഷൻ ശ്രീ CJ ശോഭ അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ചടങ്ങിന്റെ അധ്യക്ഷനും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ സനൽകുമാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആദരണീയരായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി അവർ, പ്രിയപ്പെട്ട കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി ശ്രീ ഷാനവാസ് കടയ്ക്കൽ, ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച പ്രിയപ്പെട്ട CPIയുടെ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ശ്രീ സന്തോഷ് കുമാർ അവർ, പത്രപ്രവർത്തക അസോസിയേഷന്റെ ഭാരവാഹികൾ ശ്രീ ബിനു ജെ, ശ്രീ SB സെൽവകുമാർ, ശ്രീ CJ ബിനു, ശ്രീ രഞ്ജുരാജ്, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ആദരവ് ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റി കഴിഞ്ഞ 10 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഈ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു കാലത്ത് പ്രിന്റഡ് മീഡിയയിലൂടെ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരുന്ന സമൂഹമായിരുന്നു നമ്മൾ. കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി ദൃശ്യമാധ്യമ രംഗങ്ങളിലൂടെ വാർത്തകൾ അറിഞ്ഞിരുന്നെങ്കിലും നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം തത്സമയം സംപ്രേഷണം ചെയ്ത വാർത്തകൾ എത്തിക്കുന്നതിന് നമ്മുടെ ഈ മേഖലയിലുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് അഞ്ചൽ മേഖല പത്രപ്രവർത്തക അസോസിയേഷനുകൾ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. നേരത്തെ ആശംസ അർപ്പിച്ച് സംസാരിച്ച പല പ്രമുഖരും സൂചിപ്പിച്ചതുപോലെ യാതൊരുവിധ മത്സര സ്വഭാവവുമില്ലാതെ തങ്ങളുടെ കമ്മിറ്റിയിൽ വളരെ ഐക്യത്തോടുകൂടി പ്രധാനമായും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരും ജനപ്രതിനിധികളുമായ ആളുകൾ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഒരാളെ വിളിച്ച് ഒരു വാർത്ത ഉണ്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ ഒരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭ പരിപാടികളുണ്ട് എന്ന് പറയുമ്പോൾ തങ്ങളുടെ സഹഭാരവാഹികളെ കൂടി അറിയിക്കണേ എന്ന് പറയുവാനുള്ള ഒരു വലിയ മനസ്സ് ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്നത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം ഒരു മേഖലയിൽ ഐക്യത്തോടു കൂടി പോകുന്നത് വളരെ വലിയൊരു കാര്യമാണ്.
കാരണം നമ്മളെയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികളെ അടക്കം വിളിച്ച് ഇത്തരത്തിലൊരു ആദരവ് നൽകുമ്പോൾ വരുന്ന 5 വർഷക്കാലം ജനം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൊതുസമൂഹത്തിനും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കും വേണ്ടുന്ന എല്ലാവിധ നന്മകളും ഒരു ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് ചെയ്യുന്നതിന് ഒരു വലിയ പ്രോത്സാഹനമാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന ഈ ആദരവ്. ഈ ആദരവ് വാങ്ങിയ മുഴുവൻ ബഹുമാന്യരും വരുന്ന 5 വർഷക്കാലം കൃത്യമായി തങ്ങളുടെ കർമ്മമേഖലയിൽ ഇടപെട്ടുകൊണ്ട് നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തുവാനും മാധ്യമ സുഹൃത്തുക്കൾ നമുക്ക് ഇവിടെ നൽകിയ ആദരവ് തുടർന്ന് നമ്മുടെ പ്രവർത്തനത്തിൽ മുഴുവൻ പോസിറ്റീവായ വസ്തുതകളും അതോടൊപ്പം നമ്മുടെ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളെ തിരുത്തുന്നതിനും മുൻകാലങ്ങളിലെ ഇവരുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ ആശാ വർക്കർമാരായാലും അംഗൻവാടി ടീച്ചർമാരായാലും കലാകായിക രംഗങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ആളുകളായാലും ഇത്തരത്തിൽ ലഭിക്കുന്ന അനുമോദനങ്ങൾ നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന ഈ കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പത്രപ്രവർത്തക അസോസിയേഷന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. ചുരുങ്ങിയ വാക്കിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട എസ് ദേവരാജൻ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കൊച്ച് ലൈവിയുടെ ചെറിയൊരു ഈ ബോക്സിലൊക്കെയാണ് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൂടെ കഴിഞ്ഞ് നമുക്ക് പിരിയാം. ഏറെ പ്രേമനായിട്ടുള്ള യോഗാധ്യക്ഷൻ ശ്രീ സനിൽകുമാർ, വേദിയിൽ ഘോഷമായിട്ടുള്ള വിശിഷ്ടവ്യക്തികളെ, പെരുമുള്ള സഹോദരി സഹോദരന്മാർ, ആദ്യം വൈകിപ്പോയതിലുള്ള ക്ഷമയോടുകൂടി തുടങ്ങുന്നു. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അതിലൊരു മാതൃകാ സംഘടനയായി പ്രവർത്തിച്ചു വരികയാണ്. ഇവിടെ ഇന്ന് വിവിധ പഞ്ചായത്ത് സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾക്ക് ആശാവർക്കർമാർക്കുമൊക്കെ ആദരവ് കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്നെയും അതിൽ പങ്കാളിയാക്കിയതിൽ ഏറ്റവും അധികം സന്തോഷം. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു അംഗീകാരം ലഭിക്കുന്നത് വലിയ സന്തോഷം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ നിരവധി വർഷങ്ങളായി വ്യാപാര വ്യവസായ രംഗത്തെ സംഘടനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രവർത്തകനായി കഴിയുമ്പോഴും ധാരാളം ആളുകൾക്ക് ഞാനും എൻ്റെ സംഘടനയും ആദരവ് കൊടുത്തു. എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ഇതുപോലെ വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിന് ഇരട്ടി മധുരമുണ്ട്. പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തക രംഗത്ത് നിൽക്കുന്ന ആളുകൾ നമ്മളെ വിളിച്ച് ആദരിക്കുമ്പോൾ നമ്മൾ സാധാരണ അവർക്കാണ് ആദരവ് കൊടുക്കേണ്ടത്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഷോമൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയങ്ങളും അറിയത്തക്ക തരത്തിലേക്ക് ഇതിനെ വളരെ ക്രിയാത്മകമായി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യുകയും ആ ചെയ്യുന്ന ആളുകളെല്ലാം കൂടി ഒരു കൂട്ടായ്മയായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ നാടിന് നല്ല കാര്യങ്ങൾ വരുന്ന പ്രവർത്തനങ്ങളിലേക്ക് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു നേട്ടം തന്നെ. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു അംഗീകാരം ലഭിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമായി കരുതുന്നു. നിങ്ങളോടൊപ്പമൊക്കെ പങ്കുചേരാൻ കഴിയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. കാരണം കയറി വന്നപ്പം ധൃതിയിൽ പോരുന്നു. അപ്പം നിങ്ങളുടെ ഒപ്പം എനിക്കും ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലും എന്നെ ഇതിനെ ക്ഷണിച്ചതിലുമുള്ള ഏറെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സദസ്സിൽ കിട്ടിയ അംഗീകാരത്തിന് ഒരുപാട് മധുരം ഉണ്ടെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ നിർത്തുന്നു. ചെറിയ വിവിധ അവതരിപ്പിക്കുന്നതിനായി